നമസ്കാരം. ഇന്ന് ഞാൻ മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 10 മുട്ട ഞാൻ കുക്കറിലിട്ട് കുറച്ച് കല്ലുപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ തോല് പൊളിച്ച് വെക്കാം. അതിനിടയിൽ ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് മല്ലി ഇല, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുറച്ച് ചെറിയ ചുവന്ന ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് പുതിന ഇല, ഇത്രയും മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പോലെ അരച്ചിട്ട് വരാം. മല്ലിയിലയും ഒരു കഷ്ണമാണ് ഇഞ്ചി എടുക്കുന്നത്. ഈ മഴയത്ത് കുട്ടികൾക്കെല്ലാം ചൂടോടെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സിയിൽ അരച്ച് നല്ല പോലെ അരച്ചിട്ട് വരാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഞാൻ നല്ല പോലെ അരച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എല്ലാം വിനാഗിരി കൂടെ ഒഴിച്ച് നല്ല പോലെ അരച്ച് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കി വെച്ച് ഇനി കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് അരിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ്, ഇത്രയും ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കി ഇഡ്ഡലിൻ്റെ മാവിൻ്റെ രൂപത്തിലാക്കി വെച്ച് അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കസൂരി മേത്തി നിർബന്ധമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഇനി തോല് പൊളിച്ച മുട്ട 2ആയി വളർന്ന് അതിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ച് ഇതിലേക്ക് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് കോരി വെക്കാം. ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഉണ്ടാക്കി വെക്കാം. ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.